ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും. ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു. ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല. ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ. അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക. ഈ സത്യം അനുഭവിച്ചറിയുക. ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകത ഔഷന്നു ഇലുഷനും ജനകത ഔഷന്നു ഇലു ഇഷാനിയുമാണ്. ഇതിനു പുറമെ നവചകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട്. അത് ഓരോ ഈശ്വരശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ നവചകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു. അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതിയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യമെടുക്കുന്നു. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി. ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ. ഞാനിവിടെ യൂട്യൂബിൽ ഇടാൻ പോകുന്നത് അയോധ്യയിൽ നടന്ന സംഭവത്തിൽ തറക്കല്ലിടുന്ന സമയത്ത് ഇവിടെ വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. ഭഗവാൻ ഇവിടെ വന്നതും ആ നൃത്തം ആടിയതും അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാനിതിലിവിടെ ഇടാൻ പോകുന്നത്. ഇത് നിങ്ങൾ ഏത് രീതിയിൽ എടുത്താലും അതായിരിക്കും ഫലം കിട്ടുന്നത്. ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഭഗവാന്റെ ചലനങ്ങളും ഭഗവാന്റെ ഭാവങ്ങളും ഭഗവാന്റെ രീതികളും എങ്ങനെയാണെന്ന് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഇത് 2.5 മണിക്കൂറാണ് ഭഗവാൻ ആടിയത്. എനിക്ക് 2.5 മണിക്കൂർ ഇതിലിടാൻ പറ്റൂല. ഏകദേശം 10 മിനിറ്റ് വരെ ഒന്ന് ഇടാം എന്നുള്ളൊരു പ്രതീക്ഷയിലൂടെയാണ് ഞാനിരിക്കുന്നത്. ഞാനൊരു 10 മിനിറ്റ് ഇതിലിടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇത് ഏത് രീതിയിൽ നിങ്ങൾ എടുത്താലും അതായിരിക്കും ഫലം കിട്ടുന്നത്. എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവരവർക്കാണുള്ളത്. ഇത് ലോക നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഇപ്പം എല്ലാം സംഭവിക്കുന്നതും ലോകത്തേക്ക് വേണ്ടിയുള്ളതാണ്. ഒരു കുടുംബത്തിനോ ഒരു വ്യക്തിക്കോ വേണ്ടിയുള്ളത് മാത്രമല്ല. പക്ഷെ ഒരു വ്യക്തിയിലൂടെ മാത്രമേ ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു വ്യക്തിയാണിത് മനസ്സിലാക്കേണ്ടത്. 3 വയസ്സായ കുട്ടികളുടെ ശരീരവും മനസ്സും അവർക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവും. 3 വയസ്സായ കുട്ടിക്ക് മനസ്സിലാവുന്ന എല്ലാ കാര്യങ്ങളും മുതിർന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരവരുടെ ശരീരവും മനസ്സും ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ സത്യം എന്താണെന്നും ഇതിൻ്റെ നന്മ എന്താണെന്നും ഇതിൻ്റെ നേട്ടവും ഗുണവും എന്താണെന്നും മനസ്സിലാവും. ഇത് മനസ്സിലാക്കി എല്ലാവരും മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഈ ഭാഗ്യം കിട്ടണം എന്നും ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹം എല്ലാവരുടെയിലും ഈ ഭാഗ്യം എല്ലാവരുടെയിലും എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനിത് തുടങ്ങുന്നത്. ഇതെല്ലാവർക്കും ഈ ഭാഗ്യം നൽകണേ ഭഗവാനെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു വലിയൊരു അത്ഭുത കാര്യത്തിനെ കുറിച്ചാണ്. എല്ലാമേ അത്ഭുതം തന്നെയാണ്. കലിയുഗത്തിൻ്റെ പ്രത്യേകതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈശ്വര ശക്തികൾക്ക് പവർ കൊടുക്കുക എന്നതാണ്. അതാണ് ഇവിടെ നടക്കുന്നത്. എല്ലാ ഈശ്വര ശക്തികളും ഇവിടെ വരും. എല്ലാ ദേവന്മാരും ദേവിമാരും അങ്ങനെ എല്ലാ ഈശ്വര അംശത്തിന് ശക്തിയായിട്ടുള്ള എല്ലാ ശക്തികളും വന്ന് പവർ എടുക്കാറുണ്ട്. അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവർ നേടാറുണ്ട്. അതുപോലെ ഇപ്പോൾ അയോധ്യയുടെ പ്രശ്നം വന്നപ്പോഴത്തേക്കും അവിടെയുള്ള ഈ ശക്തികളെല്ലാം ഇവിടെ വരുന്ന ഓരോരുത്തരുടെ വീടുകളിലും പോയി. ഹനുമാൻ ക്ഷേത്രത്തിൽ നിന്ന് പിന്നെ ഹനുമാൻ ഭഗവാൻ ഇവിടെ വരുന്ന ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞ് 4 മന്ത്രം വേണമെന്ന്. ഒന്ന്
കാളി കാളി, 2 സർവമംഗളമംഗല്യേ, 3 ജനകഥ ഔഷണിലുഷൻ ജനകഥ ഔഷൻ ഇലു ഈശാനി, 4 ശ്രീദയ. ഈ 4 മന്ത്രവും വേണമെന്ന് പറഞ്ഞു. ഹനുമാൻ ഭഗവാൻ കേൾക്കാൻ വേണ്ടി ചേച്ചി ആ 4 മന്ത്രം പറയുകയും അതിനുശേഷം ഭഗവാൻ എൻ്റെ അടുക്ക വരികയും ചെയ്തു. അതുപോലെ തന്നെ മറ്റുള്ള ശക്തികളും എല്ലാം അവിടെ പോയിരുന്നു. പിന്നെ രജനിയുടെ വീട്ടിൽ പോയിട്ടാണ് രാമനും ലക്ഷ്മണനും നിന്നിരുന്നത്. അവർക്കും ഇതുപോലെ 4 മന്ത്രങ്ങൾ വേണമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഇതിൽ നവജകന്മ കൂടെ വേണമെന്നാണ് ലക്ഷ്മണനും രാമനും ആവശ്യപ്പെട്ടത്. അവരും ആ മന്ത്രം എടുത്തതിന് ശേഷം ഇവിടെ വന്നിരുന്നു. സുധചേച്ചിയുടെ വീട്ടിൽ സീതാദേവിയും മഹാദേവനും പോയിരുന്നു. അവിടെയും ഇതുപോലെ സർവമംഗളമംഗല്യയും കാളിയകാളി എന്നുള്ള മന്ത്രവും അതുപോലെ ശ്രീകഥയെയും ജനകഥ ഔഷണിലുഷൻ ജനകഥ ഔഷണിലുശാനി നവജകന്മ ഇതേ മന്ത്രമെല്ലാം ഭഗവാന് വേണമെന്ന് പറഞ്ഞു, ദേവിക്ക് വേണമെന്ന് പറഞ്ഞു. അവരെല്ലാവരും ഇവിടെ വന്നിരുന്നു. പിന്നെ വേറെ ഒരുപാട് ശക്തികളുണ്ടായിരുന്നു. ആ ശക്തികളെല്ലാം ഓരോ സ്ഥലങ്ങളിൽ പോയി അവിടെ നിന്ന് ഈ മന്ത്രമെല്ലാം സ്വീകരിച്ച് അവരെൻ്റെ അടുക്ക തന്നെ വന്നു. അതിനുശേഷം ഇത് 3-ാം തീയതിയാണ് സംഭവിച്ചത്. 3/8/2020. അതിനുശേഷം 5-ാം തീയതിയാണ് അവിടെ തറക്കല്ലിട്ടത്. തറക്കല്ലിടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ 12:30 മുമ്പ് തന്നെ എൻ്റെ അടുത്ത് ഭഗവാൻ പറഞ്ഞു, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന, അതായത് പിന്നെ മൊബൈലിലായാലും പിന്നെ TV-യിലായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പവർ കിട്ടും എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഇത് പറഞ്ഞ് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതും ഭഗവാൻ പറഞ്ഞു ഭഗവാൻ ആടും എന്ന് പറഞ്ഞു. ഇത് ആടിയത് 2.5 മണിക്കൂർ ഭഗവാൻ ആടി. ഈ സമയം ഈ ആടിയ വീഡിയോ ഇവിടെ ഇടാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. 2.5 മണിക്കൂർ ഇടാൻ പറ്റില്ല, ഒരു 10 മിനിറ്റ് എനിക്കിതിലിടാൻ പറ്റുള്ളൂ. അതിൻ്റെ 10 മിനിറ്റ് ഭാഗം ഞാനിതിൽ ചേർത്തിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനതിവിടെ യൂട്യൂബിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഇതാരാണോ ഇത് സ്വീകരിക്കുന്നത്, ഇതാരാണോ ഇത് എടുക്കുന്നത്, നെഗറ്റീവായിട്ട് എടുത്താൽ നെഗറ്റീവിൻ്റെ ഫലം തന്നെ കിട്ടും, പോസിറ്റീവായിട്ട് എടുത്താൽ പോസിറ്റീവിൻ്റെ ഫലം തന്നെ കിട്ടും, നന്മയായിട്ടെടുത്താൽ നന്മയുടെ ഫലം തന്നെ കിട്ടും, തിന്മയായിട്ടെടുത്താൽ തിന്മയുടെ ഫലം തന്നെ കിട്ടും, കള്ളമായിട്ടെടുത്താൽ കള്ളത്തിൻ്റെ ഫലം തന്നെ കിട്ടും, സത്യമായിട്ടെടുത്താൽ സത്യത്തിൻ്റെ ഫലം തന്നെ കിട്ടും. ഈ മഹാഭാഗ്യം ആർക്കാണ് വേണ്ടത്, ആർക്കാണ് കിട്ടേണ്ടത്, അത് അവരനുഭവിച്ച് തന്നെ അറിയണം. ഇത് അനുഭവത്തിലൂടെ മാത്രമേ അറിയാൻ പറ്റൂ. ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ മനസ്സിലാക്കി എടുക്കാൻ നമ്മൾ വാശി പിടിക്കാനോ ചെയ്യാനുള്ള ഒരു കാര്യമല്ല. ഇവിടെ ആരെയും നിർബന്ധിക്കുന്ന കാര്യവും അല്ല. കലിയുഗ അവതാരത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്യാനുള്ളത്, കലിയുഗത്തിൻ്റെ പ്രത്യേകതകൾ മുഴുവനും ഇവിടെ നടക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കുന്നവർക്കും അത് അനുഭവിച്ചറിയുന്നവർക്കും വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. അനുസരണയാണ് ഏറ്റവും പ്രധാനം. അനുസരണയും വിശ്വാസമാണ് ഏറ്റവും പ്രധാനം എന്ന് പറയാറുണ്ട്. പക്ഷെ ഞാൻ വിശ്വാസത്തിൻ്റെ കാര്യം കണക്കിലെടുക്കുന്നില്ല. വിശ്വാസം ഏത് നിമിഷവും നഷ്ടപ്പെട്ടു പോകും. പക്ഷെ അനുഭവം ഒരിക്കലും നഷ്ടപ്പെട്ടില്ല. ആ നഷ്ടപ്പെടുന്ന അനുഭവങ്ങളെ അവർക്ക് വെറുതെ ഒന്ന് നടിക്കാം എന്നേ ഉള്ളൂ. അനുഭവം തന്നെയാണ്. ഒന്ന് ശരീരവും മനസ്സും മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവിടുത്തെ ശക്തി എന്താണെന്നും ഇതെന്താണെന്നും ഇതിനിവിടെ നടക്കുന്നത് എന്താണെന്നും ആർക്ക് മനസ്സിലാവും? ഒരു 3 വയസ്സായ കുഞ്ഞിന് മനസ്സിലാവുന്ന എല്ലാ കാര്യങ്ങളും മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. ഞാൻ പല പ്രാവശ്യം എല്ലാ ആൾക്കാരോടും പറഞ്ഞ്, ഇവിടം വിട്ടുപോകുന്ന ആൾക്കാരായാലും ഇവിടെ വന്നു ചേരുന്ന ആൾക്കാരായാലും എല്ലാവർക്കും ഇത് മനസ്സിലാക്കണം. അവർക്ക് ഈ മഹാഭാഗ്യം വേണം എന്ന ആഗ്രഹം മുന്നിൽ നിർത്തി മുന്നോട്ട് പോയാൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. ഭഗവാൻ ആരാണെന്നും ഭഗവാൻ എന്താണ് ചെയ്യുന്നതെന്നും തനിക്ക് വേണ്ടി എന്താണ് ഒരുക്കി വച്ചിരിക്കുന്നത് എന്നും നേടിയെടുക്കാനുള്ള അവകാശം അവരവർക്ക് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഇത് ഭഗവാൻ തരുന്നതല്ല എന്ന് വിചാരിക്കാതെ കിട്ടുന്നതെല്ലാം നിസ്സാരമായിട്ട് കരുതുന്ന ഒരാൾക്കും ഈ ഭാഗ്യം നിലനിന്നിട്ടില്ല. ഇതിൽ കള്ളമില്ല,
കാപട്യമില്ല, വഞ്ചനയില്ല, ചതിയില്ല, ഒന്നുമില്ല. നേടാനുള്ളത് നേരിട്ട് നേടുക, നേടാനുള്ളത് നേരിട്ടെടുക്കുക, പറയാനുള്ള കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞ് അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റി അവരിൽ വരുന്ന മാറ്റം അനുഭവിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക. ഈ മഹാഭാഗ്യം എല്ലാവർക്കും കിട്ടണം, ഈ മഹാഭാഗ്യം എല്ലാവർക്കും എത്തണം എന്ന് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. ഇത് ലോക നന്മയ്ക്കാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം ലോകത്തെയാണ് ബാധിക്കുന്നത്. ഒരു സമൂഹത്തിനെയോ ഒരു വ്യക്തിയെയോ ഒരു രാജ്യത്തിനെയോ അല്ല ഇപ്പം നടക്കുന്ന ഓരോ കാര്യങ്ങളും ബാധിക്കുന്നത്. ഇതെല്ലാം ബാധിക്കുന്നത് സമൂഹത്തിനെ മാത്രമല്ല, വ്യക്തിയെ മാത്രമല്ല, ലോകത്തെയാണ്. ഭഗവാൻ വന്നിരിക്കുന്നത് ലോക നന്മയ്ക്കാണ്. ഈ ലോക നന്മ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരുപാട് കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ട്. അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഇത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഭഗവാൻ അവതരിച്ചതും ഭഗവാൻ ആടിയതുമായ കാര്യങ്ങളാണ് ഞാനിവിടെ നൽകുന്നത്. എല്ലാവർക്കും ഈ സന്തോഷവും സമാധാനവും സുഖവും കിട്ടണം. ഈ ദോഷങ്ങളെല്ലാം മാറണം. എല്ലാ പ്രശ്നങ്ങളും തീർന്ന് മുന്നോട്ട് പോവും എന്ന് നല്ല ഉറപ്പോടുകൂടി തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. നടക്കുന്ന കാര്യങ്ങളെല്ലാം മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയും പല ദുരന്തങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. അത് തന്നെ സംഭവിക്കും. ഇന്നല്ലെങ്കിൽ നാളെ എന്ന് മാത്രം. ഈ ദുരന്തങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും എല്ലാം തീർന്നതിന് ശേഷം മാത്രമേ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. ഇത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവും. ഇത് ലോക നന്മയ്ക്ക് വേണ്ടിയാണ്. ഇതെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാലം വരും. അപ്പോഴത്തേക്ക് മാത്രമേ ഇതിൻ്റെ വളർച്ചയും ഉയർച്ചയും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.